പാവപ്പെട്ട മുഅ്മിനീങ്ങളെ സഹായിക്കുന്ന ഒരു പദ്ധതിയുണ്ട് കോഴിക്കോട് ജില്ലയിൽ. അതേ മെഡിക്കൽ കോളേജിൽ വന്യരായ ഉസ്താദ് അവിടെയുള്ള കുഷ്ഠരോഗികൾക്ക് മർക്കസ് സഖാവത്ത് സുന്നിയുടെ കീഴിൽ ഒരുപാട് പാവപ്പെട്ട കുഷ്ഠരോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, വെള്ളം കൊടുക്കുകയാണ്. എന്നാൽ ഉസ്താദ് അവர்கள் ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. അതേ 35 കൊല്ലം മുമ്പ് ഉസ്താദ് അവர்கள் മെഡിക്കൽ കോളേജിന്റെ അതേ വന്യരായ ഉസ്താദ് അവர்கள் കുഷ്ഠരോഗികൾക്കൊരു വാർഡുണ്ട്. അവിടെ വാസനയാണ്, അവിടെ നാറ്റമാണ്. വന്യരായ ഉസ്താദ് അവர்கள் ചെന്നിട്ട് ആ രോഗികളെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം നൽകി, അവർക്ക് വേണ്ട വെള്ളം നൽകി. 35 കൊല്ലം മുമ്പ് ആ സംഭവം വിവരിക്കുന്നത് 35 കൊല്ലം കഴിഞ്ഞിട്ട് വന്യരായ ഉസ്താദ് അവர்கள் ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് ചെന്നു. ഒരു രോഗിയായ മനുഷ്യൻ ആ മനുഷ്യനോട് സലാം പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു എന്ന് പറയുമ്പോ, ഉസ്താദേ, ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കിടക്കുന്നത് 40 കൊല്ലമായി ഉസ്താദ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ വീട്ടിൽ ഒരാള് ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നാൽ എന്താണ് അവസ്ഥ, ഒരു മാസം കിടന്നാൽ എന്താണ്. 40 കൊല്ലം മെഡിക്കൽ കോളേജിന്റെ വാർഡിൽ കിടക്കുന്ന മനുഷ്യൻ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ 40 കൊല്ലമായി ഇവിടെ കിടക്കുന്നത്. ഉസ്താദിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരുമ്പോ ആ ഉസ്താദ് അവരുകളോട് ആ മനുഷ്യൻ പറയുന്നു, ഉസ്താദേ, നിങ്ങളാരെയും ഇവിടെ കരയിപ്പിച്ചിട്ടില്ല, നിങ്ങൾ കരയൂല ഉസ്താദേ, നിങ്ങൾക്ക് കരയേണ്ട ആവശ്യമില്ല. ഞങ്ങളെ കുടുംബം ഒഴിവാക്കി ഞങ്ങളെ എല്ലാവരും കൈവടിഞ്ഞപ്പോ ഞങ്ങളെ കൈപിടിച്ചുയർത്തിയത് ഉസ്താദ്. അങ്ങകലെ കാണുന്ന ഉസ്താദ് നിർമ്മിച്ചു തന്ന പള്ളി, നിസ്കരിക്കാൻ വേണ്ടിയുള്ള സ്ഥലം അവിടെയാണ് ഉസ്താദേ. 35 കൊല്ലം നിങ്ങൾ മുമ്പുണ്ടാക്കി തന്ന പള്ളിയാണ്, നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിസ്കരിക്കുന്നത്. നിങ്ങൾ ഇടയ്ക്കിടെ മർക്കസിൽ നിന്ന് കുട്ടികളെ ഫ്രൂട്ട്സുകളും ഭക്ഷണവുമായി കൊടുത്തേക്കുമ്പോ അത് കഴിക്കുന്നവരാണ് ഞങ്ങൾ. 40 കൊല്ലം ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാത്ത മനുഷ്യൻ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹ് ഉസ്താദ് കാരുണ്യ പ്രവർത്തനം എത്രയാണ്. നേതാക്കളും അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നല്ല തലപ്പാവ് ധരിച്ച് നല്ല കമീസൊക്കെ ഇട്ട് ഉസ്താദ് ഇങ്ങനെ നടക്കുമ്പോ തോന്നോ ഉസ്താദിന്റെ പിന്നാലെ ഒരുപാട് കൊട്ടാരമുണ്ടെന്ന്. പഞ്ഞരായ ഉസ്താദ് അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. വീട്ടിൽ പോയ വെക്കുമ്പോ എന്താണ് ലോകത്തറിയപ്പെടുന്ന ഉസ്താദിന്റെ വീട് എത്രയാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ ഉസ്താദ് അവരുടെ വീട്ടിൽ പോയപ്പോ ഉസ്താദ് ഒരുപാട് ജില്ലകളിൽ നിന്ന് മനുഷ്യരവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. സങ്കടം പറയാ ഉസ്താദ് ക്ഷീണിച്ച് കിടന്നപ്പോ ആ കിടക്കുന്ന കിടക്കത്തിൽ നിന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഫോൺ വിളിച്ചിട്ട് നാളെ ഇന്ന കാര്യം ശരിയാക്കണം, ഇന്ന മഹല്ലുകാർ വന്നിട്ടുണ്ട് എന്ന് പറയാൻ ഉസ്താദ് അവരുടെ ഫോൺ കോളുകൾ വേണോ. ആ ഉസ്താദ് അവരുകൾ അവിടുന്ന് ഉറങ്ങുന്നത് വരെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അത്രയും വലിയ ഇൽമുള്ള, അത്രയും വലിയ പ്രവർത്തിക്കുന്ന ലോകത്തൊരു ആലിമീനെയും നമുക്ക് കാണാൻ പറ്റൂല. അതാണ് വന്യരായ കാന്തപുരം ഉസ്താദ്. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. ഞങ്ങളെ കൈപിടിച്ചുയർത്തിയത് ഉസ്താദ്. അങ്ങകലെ കാണുന്ന ഉസ്താദ് നിർമ്മിച്ചു തന്ന പള്ളി, നിസ്കരിക്കാൻ വേണ്ടിയുള്ള സ്ഥലം അവിടെയാണ് ഉസ്താദേ. 35 കൊല്ലം നിങ്ങൾ മുമ്പുണ്ടാക്കി തന്ന പള്ളിയാണ്, നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിസ്കരിക്കുന്നത്. നിങ്ങൾ ഇടയ്ക്കിടെ മർക്കസിൽ നിന്ന് കുട്ടികളെ ഫ്രൂട്ട്സുകളും ഭക്ഷണവുമായി കൊടുത്തേക്കുമ്പോ അത് കഴിക്കുന്നവരാണ് ഞങ്ങൾ. 40 കൊല്ലം ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാത്ത മനുഷ്യൻ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹ് ഉസ്താദ് കാരുണ്യ
പാവപ്പെട്ട മുഅ്മിനീങ്ങളെ സഹായിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അതേ മെഡിക്കൽ കോളേജിൽ വന്യരായ ഉസ്താദ് അവിടെയുള്ള കുഷ്ഠരോഗികൾക്ക് മർക്കസ് സഖാവത്ത് സുന്നിയുടെ കീഴിൽ ഒരുപാട് പാവപ്പെട്ട കുഷ്ഠരോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, വെള്ളം കൊടുക്കുകയാണ്. എന്നാൽ ഉസ്താദ് അവர்கள் ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. അതേ 35 കൊല്ലം മുമ്പ് ഉസ്താദ് അവர்கள் മെഡിക്കൽ കോളേജിന്റെ അതേ വന്യരായ ഉസ്താദ് അവர்கள் കുഷ്ഠരോഗികൾക്കൊരു വാർഡുണ്ട്, അവിടെ വാസനയാണ്. ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നാൽ എന്താണ് അവസ്ഥ, ഒരു മാസം കിടന്നാൽ എന്താണ്? 40 കൊല്ലം മെഡിക്കൽ കോളേജിന്റെ വാർഡിൽ കിടക്കുന്ന മനുഷ്യൻ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ 40 കൊല്ലമായി ഇവിടെ കിടക്കുന്നത്. ഉസ്താദിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരുമ്പോ ആ ഉസ്താദ് അവരുകളോട് ആ മനുഷ്യൻ പറയുന്നു, ഉസ്താദേ, നിങ്ങളാരെയും ഇവിടെ കരയിപ്പിച്ചിട്ടില്ല, നിങ്ങൾ കരയൂല ഉസ്താദേ, നിങ്ങൾക്ക് കരയേണ്ട ആവശ്യമില്ല. ഞങ്ങളെ കുടുംബം ഒഴിവാക്കി ഞങ്ങളെ എല്ലാവരും കൈവടിഞ്ഞപ്പോൾ അവിടെ നാറ്റമാണ്. വന്യരായ ഉസ്താദുകൾ ചെന്നെത്തി ആ രോഗികളെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം നൽകി, അവർക്ക് വേണ്ട വെള്ളം നൽകി. 35 കൊല്ലം മുമ്പ് ആ സംഭവം വിവരിക്കുന്നത് 35 കൊല്ലം കഴിഞ്ഞിട്ട് വന്യരായ ഉസ്താദുകൾ ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് ചെന്നു. ഒരു രോഗിയായ മനുഷ്യൻ ആ മനുഷ്യനോട് സലാം പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു എന്ന് പറയുമ്പോ, ഉസ്താദേ, ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കിടക്കുന്നത് 40 കൊല്ലമായി ഉസ്താദ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ വീട്ടിൽ ഒരാൾ പ്രവർത്തനം എത്രയാണ്. നേതാക്കളും അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. നല്ല തലപ്പാവ് ധരിച്ച് നല്ല കമീസൊക്കെ ഇട്ട് ഉസ്താദ് ഇങ്ങനെ നടക്കുമ്പോ തോന്നോ ഉസ്താദിന്റെ പിന്നാലെ ഒരുപാട് കൊട്ടാരമുണ്ടെന്ന്. വന്യരായ ഉസ്താദ് അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. വീട്ടിൽ പോയ വെക്കുമ്പോ എന്താണ് ലോകത്തറിയപ്പെടുന്ന ഉസ്താദിന്റെ വീട് എത്രയാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ ഉസ്താദ് അവരുടെ വീട്ടിൽ പോയപ്പോ ഉസ്താദ് ഒരുപാട് ജില്ലകളിൽ നിന്ന് മനുഷ്യരവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. സങ്കടം